ഭരണഘടനയുടെ പതിപ്പുയർത്തിയാണ് 18ാം ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. വലം കൈയിൽ ഭരണഘടനയുടെ പതിപ്പുയർത്തിപ്പിടിച്ചാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനയെ തകർത്ത അധികാരം കൈപ്പിടിയിലൊതുക്കിയ ഏകാധിപത്യം വാണ ജനാധിപത്യം ജയിലിലടയ്ക്കപ്പെട്ട അടിയന്തരാവസ്ഥക്കാലം ഓർമ്മിപ്പിച്ചാണ് സ്പീക്കർ ഓം ബിർള സഭാധ്യക്ഷ പദവി തുടങ്ങിവച്ചത്. കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബെഞ്ചിൽ മറ്റെവിടെ നിന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നില്ല. അടിയന്തരാവസ്ഥ കാലത്തിന്റെ കെടുതികൾ പേറിയ മർദ്ദനമേറ്റ അതിനെതിരെ എക്കാലവും രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇതര കക്ഷികൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ ചേരിയിലെ വൈരുദ്ധ്യത്തിന്റെ കടക്കലേക്ക് ബിജെപിയുടെ സർജിക്കൽ സ്ട്രൈക്കോ? എന്തുകൊണ്ട് ബിജെപി അടിയന്തരാവസ്ഥയെ ആയുധമാക്കി? പ്രതിപക്ഷത്തിലെ ഭിന്നത പുറത്തു വന്നു. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം ബിജെപി തുടങ്ങിവെച്ചു. ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ബിജെപിയിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ നിജേഷ് അരവിന്ദ്, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് അരുൺകുമാർ. ശ്രീ ശങ്കുട്ടി ദാസ്, നിങ്ങൾ രാജ്യവ്യാപകമായി പലയിടങ്ങളിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തി അതിനെതിരായ രാഷ്ട്രീയ പ്രതിരോധം സൃഷ്ടിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 18ാം ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനമേറ്റതിന് ശേഷം അവതരിപ്പിച്ച പ്രമേയം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, UP തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ചേരി ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്നത് സംവിധാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതിപക്ഷ ചേരിയെ ഛിന്നഭിന്നമാക്കേണ്ടത്? അതിനെന്താണ് രാഷ്ട്രീയ ആയുധം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണോ ഇന്നുണ്ടായത്? അതോ സ്വാഭാവികമായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനാധിപത്യം ഇരുട്ടിൽ നിർത്തപ്പെട്ട കാലഘട്ടത്തെ സ്വാഭാവികമായി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളോ? തീർച്ചയായിട്ടും അതെ. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത ഏടാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമായിരുന്നു. അങ്ങേക്ക് അറിയുന്നത് പോലെ 1975 ജൂൺ 25-ാം തീയതിയാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തിന് മേലെ 21 മാസം നീണ്ടുനിന്ന കിരാത വാഴ്ചയുടെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നത്. ഇന്നലെ അതിൻ്റെ 50ാം വാർഷിക ദിനത്തിൽ അതേ കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകർ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഭരണഘടനയുടെ പ്രതികളുമായി സഭയിലേക്ക് വരികയും ജയ് സംവിധാൻ എന്ന് പറഞ്ഞ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതേ ആളുകളെ കൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് പറയിക്കുന്നതിൽ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട്. സ്വാഭാവികമായി BJP അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്, BJP ആയിരുന്നില്ല അന്ന്, ജനസംഘമായിരുന്നു, ജനസംഘമാണ് ജനതാ അലയൻസിൻ്റെ ഭാഗമായി ലയിച്ചു ചേരുകയാണ് ചെയ്തത്. പിന്നീട് അതിൽ നിന്ന് പിരിഞ്ഞിട്ടാണ് BJP ഉണ്ടാവുന്നത്. അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ വളരെ ഭൂരിഭാഗം ആളുകളും ജനസംഘത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ വിക്ടിംസിൻ്റെ അസോസിയേഷനിലെല്ലാം BJPക്ക് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി, 50 വർഷങ്ങളിലായിട്ട് അടിയന്തരാവസ്ഥ വിരുദ്ധ അനുസ്മരണങ്ങളും പരിപാടികളും സംഘടിപ്പിച്ച് വരുന്നുണ്ട് BJP. അത് BJPയുടെ തുടർന്ന് വരുന്ന രാഷ്ട്രീയ പരിപാടിയാണ്. ഈ വർഷത്തിൽ ആരംഭിച്ചിട്ടുള്ളതല്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തുടർന്ന് വരുന്നതാണ്. ഈ വർഷത്തിനൊരു പ്രാധാന്യമുണ്ട്, കാരണം ഇത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. ആ ഘട്ടത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഭരണഘടനയുടെ സംരക്ഷകർ ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇവർ ഈ ഭരണഘടനയോട് ചെയ്തത് എന്താണെന്ന് ഓർമ്മിപ്പിക്കാനുള്ള നല്ലൊരു അവസരമായി കൂടി BJP അതിനെ കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറ്റി ഇവർ പറയുന്നു, ഭരണഘടനയെ തകർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണെന്ന് പറയുന്നു, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ബാധ്യതയെ പറ്റി പറയുന്നു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തടവിലിടപ്പെട്ട നാളുകൾ ഉണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 പ്രകാരം നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20ഉം 21 ഒഴികെയുള്ള എല്ലാ അനുച്ഛേദങ്ങളും, മൗലികാവകാശങ്ങൾ വരെ സസ്പെൻഡ് ചെയ്യപ്പെടും. തൻ്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കോടതിയെ സമീപിക്കാൻ അനുവദിക്കുന്ന വകുപ്പ് പോലും, ആർട്ടിക്കിൾ 32 പോലും അസാധുവാകും. അവിടെ പ്രസ് ഫ്രീഡം എന്ന് പറയുന്ന സംഭവം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവും. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞ് കോടതികളെ സമീപിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞ് കോടതിയുടെ അധികാര പരിധികൾ വെട്ടിച്ചുരുക്കി മാധ്യമ സ്വാതന്ത്ര്യം ചങ്ങലക്കിട്ട് ഒരു ഏകാധിപത്യ ഭരണ സംവിധാനം, മിസ പോലെ, DISIR പോലെ, കൊഫേപ്പോസ പോലെയുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 1,20,000 ആളുകളെയാണ് ജയിലിലടച്ചത്. 22 പേരാണ് കസ്റ്റോഡിയൽ മരണങ്ങൾക്ക് വിധേയരായത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈശ്വരവാര്യയുടെ മകൻ രാജനടക്കം 22 ആളുകളാണ് കസ്റ്റോഡിയൽ മരണങ്ങൾക്ക് വിധേയരായത്. ഈ പറയുന്ന ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി 7 ലക്ഷത്തിലേറെ ആളുകളാണ് ഡൽഹിയിൽ മാത്രം കുടിയൊഴിക്കപ്പെട്ടത്. നിർബന്ധിത വന്ധ്യംകരണത്തിന്റെ ഭാഗമായി 2 വർഷം കൊണ്ട് 83 ലക്ഷം ആളുകളെയാണ് സഞ്ജയ് ഗാന്ധിയുടെ ഏകാധിപത്യം കൊണ്ട് 83 ലക്ഷം ആളുകളെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാക്കിയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ പൗരാവകാശങ്ങളെ
പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഭരണഘടനയെ അസാധുവാക്കിക്കൊണ്ട് കോടതികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് 21 മാസം ഈ രാജ്യത്തെ ഏകാധിപതിയായിട്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുള്ള അനുഭവമുണ്ട്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തടവിലിട്ടിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ ഭരണഘടനയെ തകർത്തത് കോൺഗ്രസ് ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അങ്ങേക്ക് അറിയുന്നത് പോലെ നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ മകളുടെ പേര് മിസ ഭാരതി എന്നാണ്. അദ്ദേഹം ആ പേരിടുന്നത് അദ്ദേഹത്തിന് മകളുണ്ടാവുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തെ മിസ നിയമപ്രകാരം ജയിലിൽ കിടക്കുകയായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്നതുകൊണ്ടാണ്. ഇന്ന് ആ ലാലു പ്രസാദ് യാദവ് INDA മുന്നണിയുടെ ഭാഗമായിട്ട് NDA-നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ. അഖിലേഷ് യാദവിന്റെ പിതാവായിട്ടുള്ള മുലായം സിംഗ് യാദവ് അടിയന്തരാവസ്ഥയിൽ തടവുകാരനായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീ നിജേഷ് അരവിന്ദ്, അങ്ങനെ പ്രതിപക്ഷ ചേരിയിൽ നിന്ന് ഇന്ന് ഈ പ്രമേയത്തിന് തുടക്കം മുതൽ കോൺഗ്രസ് പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് മറ്റൊരു മുദ്രാവാക്യവും മുഴങ്ങാത്തതിന്റെ കാരണം ഇപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്. അടിയന്തരാവസ്ഥയുടെ മുഴുവൻ കെടുതി പേറിയ ജയിലിൽ പോകേണ്ടി വന്ന നേതാക്കളുടെ, അത് മുലായത്തിന്റെ, അത് ലാലു പ്രസാദിന്റെ, ഭരണപക്ഷത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, അങ്ങനെ പലരുടെയും പിൻതലമുറക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കാർക്കും അടിയന്തരാവസ്ഥക്കെതിരായി സ്പീക്കർ ഒരു വാക്ക് സംസാരിക്കുന്ന സമയത്ത് അതിനെ എതിർത്ത് മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല. അതായത് എന്താണ് പ്രതിപക്ഷ ചേരിയുടെ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചിന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എന്തായുധമാണോ ഉയർത്തിപ്പിടിച്ചത് അതുതന്നെ ആയുധമാക്കിക്കൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ ചുവടുവെപ്പ്, ആദ്യത്തെ അറ്റാക്ക് BJP നടത്തിക്കഴിഞ്ഞു. ഏതായാലും പ്രത്യേകിച്ച് മറ്റ് വിഷയമൊന്നുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും ഒരുപാട് പിറകോട്ട് പോവേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പാർലമെൻറ്റിനകത്ത് ഇന്നലത്തെ പാർലമെൻ്റ് അല്ല ഇന്നത്തെ പാർലമെൻറ്റ് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചപ്പോൾ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു ആയുധമെടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു ശ്രമം BJP നടത്തിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ ചേരിയെ ഭിന്നിപ്പിക്കുക പോയിട്ട് പ്രതിപക്ഷ ചേരിയിൽ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാക്കാൻ പോലും അതിന് സാധ്യമല്ല. കാരണം ഞങ്ങളാരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമല്ല അടിയന്തരാവസ്ഥ. 50 വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിനെ പറ്റി വീണ്ടും 50 വർഷം കഴിഞ്ഞ് അതിൻ്റെ വാർഷികമാണ്, മഹാസംഭവമാണ് എന്നൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ BJPയോ പറയുന്നുണ്ടെങ്കിൽ, ശങ്കുട്ടിദാസിനെ പോലെയുള്ള ആളുകൾ കണക്ക് പറയുന്നുണ്ട് എങ്കിൽ, എൻ്റെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് അറിയാവുന്ന ഗുജറാത്ത് കലാപമുണ്ട്. നിങ്ങൾ പറഞ്ഞ ആളുകൾ അതിനേക്കാൾ എത്രയോ ആളുകൾ മരണപ്പെട്ട ഗുജറാത്ത് കലാപം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയല്ലേ നമ്മളിപ്പോഴും ഓർക്കേണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാധു പറയുന്നത് പോലെ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാനോ, ഇന്ന് ഞങ്ങളൊരു നീണ്ട കാലത്തെ പോരാട്ടത്തിൻ്റെ അവസാനം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തെ പിറകോട്ട് അടിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് തിളക്കമുള്ള ദിനമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും പോരാടിയ ആളുകൾ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായിക്കൊണ്ട് പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചരിത്രമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തരത്തിലുള്ള BJPയുടെ പഴയ ആയുധത്തിനൊന്നും മൂർച്ചയുണ്ടാവില്ല. പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: The mindset which led to the imposition of the emergency is very much alive among the same party which imposed it. ഇന്ന് അങ്ങ് പറയുന്നു ഒരു ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അങ്ങനെ ഭിന്നിപ്പുണ്ടായിട്ടില്ല എങ്കിൽ രാഷ്ട്രീയ നിലപാട് ഒന്നു തന്നെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഒന്നിച്ചൊരു പ്രതിഷേധമുയർത്താൻ കഴിയാതെ പോയത് സഭയിൽ? അല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ മാധു എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ ദൈവമാണ് എന്ന് വരെ പറഞ്ഞ ഒരു കാര്യം എടുക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തൽക്കാലം ഞങ്ങൾ ഗൗരവത്തിലെടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം എക്സിൽ കുറിച്ചാലും ശരി, ഫേസ്ബുക്കിൽ കുറിച്ചാലും ശരി, ലോകസഭയ്ക്ക് അകത്ത് വന്ന് കുറിച്ചാലും ശരി, അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. അതൊക്കെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ നിരന്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത്, നിജേഷ് ഞാൻ ചോദിക്കുന്നത് ഇതാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കർണാടക മുതൽ രാജസ്ഥാൻ മുതൽ ജാർഖണ്ഡ് വരെയുള്ള ഇടങ്ങളിലൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ?
അദ്ദേഹം പറഞ്ഞത് ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 100 സീറ്റോട് കൂടി അല്ലെങ്കിൽ 234 സീറ്റോട് കൂടി ഇന്ത്യ മുന്നണി വന്നിരിക്കുന്നത്. അദ്ദേഹം വിദ്വേഷത്തിന്റെ വിത്തിട്ട ഇടങ്ങളിലാണല്ലോ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞോ അതിനെയാണല്ലോ തിരിച്ചടിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ബാക്ക് ഫുട്ട് ചെയ്ത തെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞു പോയത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ 50-ാം വാർഷികം സംബന്ധിച്ച് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു വെച്ച വാക്കുകൾ എടുത്തു പറയാൻ കഴിയില്ലേ? അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമേ പറയാൻ പാടുള്ളൂ എന്നാണോ? ഞാൻ നിജേഷോട് ചോദിച്ചെന്താണ്, പ്രതിപക്ഷത്തിന് അങ്ങനെ ആശയ ഐക്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പ്രതിഷേധിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് മാത്രമാണ്. മാധു, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടന്ന സമയത്ത് 2 പക്ഷത്തും 3 പക്ഷത്തും നിന്ന ആളുകളാണ് ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്നത്തെ പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയിട്ടുള്ളത്. അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രചാരകരായിരുന്ന ആളുകളുണ്ട് കോൺഗ്രസിന്റെ. അതിൽ കുറെ പേര് ഇപ്പൊ BJPയുടെ മുഖ്യമന്ത്രിമാരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ 50 വർഷം കൊണ്ട് എത്രയേറെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും. അത് മാത്രം നോക്ക്, എത്രയേറെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും. അതിനുശേഷം വന്ന അന്ന് കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നിന്ന ആളുകൾ എത്ര പേർ ഇന്ന് BJPയുടെ MP-മാരായിട്ടുണ്ട്. അന്നത്തെ CPM, ആ കാലഘട്ടത്തിലെ CPI, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു. 50 വർഷക്കാലം മുമ്പ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കൊണ്ട് അത് തന്നെയാണ് രാഷ്ട്രീയ നയം എന്നൊക്കെ ആധുനിക കാലത്ത് പറയുന്നത് എത്രത്തോളം ശരിയാണ്? നമ്മൾ അതുമാത്രം ചിന്തിക്കേ, എത്രത്തോളം ശരിയാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താത്ത ആളുകൾ, സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിക്കകത്ത് ദേശീയ പതാക ഈ രാജ്യം മുഴുവൻ ഉയർത്തിയ സമയത്ത് അത് ഉയർത്താതെ അങ്ങ് പൂനെയിൽ ഒരു വയലിൽ കൂടിച്ചേർന്ന് കുങ്കുമത്തിന്റെ ഒരു ത്രികോണ പതാകം ഉയർത്തിയ ആളുകൾ ഈ രാജ്യത്തുണ്ട്. അത് നമ്മൾ കാലാകാലം ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നത് നിജേഷാണ്. അതായത് 75-ലേക്ക് പോകരുത്, 47-ലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഉദാഹരണം മുന്നോട്ട് വെച്ച നിജേഷാണ്. നിങ്ങൾ ഈ ചർച്ചകളിൽ ഇത് പറയാറുണ്ട്, അത് CPM പറയാറുണ്ട്, കോൺഗ്രസ് പറയാറുണ്ട്, BJP പറയുന്നു. പാസ്റ്റിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാധു ചേർത്ത് വെച്ചോ, എഴുതി വെച്ചോ, ഞങ്ങൾ പുരാണത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നില്ല, ഞങ്ങൾ പ്രസന്റിലാണ്, ഞങ്ങൾ ഫ്യൂച്ചറിലേക്കാണ്. ഈ കാര്യത്തിൽ ഇതൊരു ഫൈറ്റ് അല്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 7 അയലോക്കത്ത് വരാത്തവരാണ് BJP-ക്കാർ എന്ന് പറയാറില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ പുലരിയിൽ കൊടിയുയർത്താത്തവരാണ് BJP-ക്കാർ, RSS-കാർ എന്ന് പറയാറില്ലേ? അപ്പോൾ വിമർശനങ്ങൾ പറയാറുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരതീക്ഷണമായ നാളുകളിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ഉയർത്തിയ സമരത്തിന്റെ കൊടുത്ത ജീവനുകളുടെ ലെഗസി നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് അഭിമാനത്തോടെ വിളിച്ചു പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ അത് മാത്രം പറയാൻ പാടില്ല, അത് പറഞ്ഞു പോകാൻ പാടില്ല എന്നൊന്നും നിലപാടെടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു ചർച്ച വരുമ്പോൾ മറുപടി പറയാനുള്ളത് പറയാനേ പാടില്ല എന്നൊന്നും പറഞ്ഞു പോകാൻ കഴിയില്ല. ശരി. അടുക്കൽ അരുൺകുമാർ, കേരളത്തിലെ സ്വാതന്ത്ര്യമുണ്ട്. 3 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാലയിൽ പോയി ഈ വിഷയത്തെ പറ്റി കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാതൃഭൂമിയിൽ ആർക്കൈവ്സ് എടുത്ത് പറഞ്ഞോളൂ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ശരി, ശ്രീ അരുൺകുമാർ, ഇപ്പൊ കേരളത്തിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം ഏറ്റവും കടുത്ത രാഷ്ട്രീയ പീഡനത്തിലൂടെ കടന്നുപോയിട്ടുള്ള കാലമാണത്. അതിൻ്റെ ഓർമ്മ ചുവപ്പുകൾ പേറുന്നവരാണ് CPM-ന്റെ നേതാക്കളടക്കം. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇരുന്നു കൊണ്ട് എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും സ്പീക്കർ ഈ നിലപാട് മുന്നോട്ട് വെക്കുന്ന സമയത്ത്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്, ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നത് ഏറ്റവും ശക്തവും ദൃഢവുമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയാണ്. നമുക്കറിയാം 2 വർഷവും 11 മാസവും 17 ദിവസം എടുത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഭരണഘടന 1949 നവംബർ മാസം 26 ഒപ്പിടുമ്പോഴും അത് ജനുവരി മാസം 26 1950 നടപ്പിൽ വരുമ്പോഴുമെല്ലാം ഈ ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ രാജ്യമായി നിലനിൽക്കുന്നത്. പക്ഷെ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 356 എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഭരണഘടനയെ ദുർബലപ്പെടുത്തിയത് 1957 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നതാണ് അന്നത്തെ
കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. പിന്നെ 1975 സാഹചര്യമുണ്ട്. ഇപ്പോൾ 50-ാം വർഷം അതിന്റെ ആചരണം നടക്കുകയാണ്. 352 പ്രകാരം ഭരണഘടനയെ ദുർബലപ്പെടുത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭരണഘടനാപരമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അത് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയും അതിനെതിരെ ജനവിധി എഴുതുകയും ചെയ്ത സാഹചര്യമെല്ലാം നാം കണ്ടിട്ടുണ്ട്. ഏതായാലും അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യ രാജ്യമാണല്ലോ, അത് ചർച്ച ചെയ്യപ്പെടണം. ഏതായാലും ഇന്ന് പാർലമെന്റിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തരത്തിലും ഒരു ക്ലൂ കൊടുക്കാതെ അല്ലെങ്കിൽ അജണ്ടയിൽ പെടാതെ തന്നെ ഒരു പ്രമേയം എടുത്ത് അവതരിപ്പിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനവും നേരത്തെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതായാലും അടിയന്തരാവസ്ഥ ഗൗരവത്തോടെ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവർ എന്ന രൂപത്തിൽ ഞങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ ദൂഷ്യഫലങ്ങൾ വരും തലമുറയുടെ മുന്നിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. കാരണം ഇന്ത്യ എന്നാൽ ഇന്ദിരയും, ഇന്ദിര എന്നാൽ ഇന്ത്യയും എന്ന മുദ്രാവാക്യം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ നാളുകളാണ് എന്ന് ഞങ്ങൾ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പൗരസ്വാതന്ത്ര്യവും അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യവും എല്ലാം നിഷേധിക്കപ്പെട്ടത്, വായെടുക്കാതെ പണിയെടുക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം, സംസാരിക്കാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും അനുവാദമില്ലാതെ പോയ 1975, 76, 77 കാലഘട്ടം, അതുപോലെ എഴുത്താണോ വേണ്ടത് അതോ കഴുത്താണോ വേണ്ടതെന്ന് ആദ്യം അന്ന് ചോദിച്ചത്, ആടുജീവിതവും അടിമ ജീവിതവും എല്ലാം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം, നിർബന്ധിത വന്ധ്യംകരണം അടക്കം, അതുപോലെ തന്നെ ഇടിച്ചു നിരത്തലടക്കമുള്ള അടിയന്തരാവസ്ഥയുടെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമാണെങ്കിൽ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും ഏകപക്ഷികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ, കാശ്മീരിനെ കീറിമുറിച്ചതായാലും മുത്തലാഖ് പരിഷ്കരണ നിയമമായാലും കാർഷിക പരിഷ്കരണമായാലും പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്നവരെ മുഴുവൻ പാർലമെന്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നതായാലും പാർലമെന്റിൽ കൊണ്ടുപോയി ചെങ്കോല് സ്ഥാപിക്കുന്നതായാലും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നതും ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയാതെ ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം, നിരവധി ആളുകളെ കൊന്നൊടുക്കിയത്, നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ പൻസാരെ, M.M. കൽബുർഗി, അതുപോലെ തന്നെ എഴുത്താണോ വേണ്ടത് അതോ കഴുത്താണോ വേണ്ടതെന്ന് പെരുമാൾ മുരുകൻ അടക്കമുള്ള എഴുത്തുകാരോട് ചോദിച്ച് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഭരണഘടനാപരമായി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ നടപ്പാക്കിയാലും ഭരണഘടനാപരമായി പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടത്തിയാലും അത് സജീവമായിട്ട് ചർച്ചാ വിഷയമാക്കുവാനും അത്തരം സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കുവാനും ഇടതുപക്ഷം ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അത് പാർലമെന്റിൽ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ ഏതെങ്കിലും തരത്തിൽ അത് അവതരിപ്പിച്ചു അല്ലെങ്കിൽ ചർച്ച ചെയ്തു, ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിര തകർക്കപ്പെടുന്ന സാഹചര്യമില്ല. അത് ചർച്ച ചെയ്യാനുള്ള വേദി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി പോയിട്ടുള്ള ചരിത്രം തന്നെയാണ് ഈ രാജ്യത്തുള്ളത്. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം, ഭരണഘടന ഇതേ രൂപത്തിൽ തന്നെ നിലനിൽക്കണം, മതനിരപേക്ഷതയും ഫെഡറലിസവും കാത്തു സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ അണിനിരന്നിരിക്കുന്നു. അത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ശരി, അടുത്ത ശങ്കുട്ടിദാസ്, നിങ്ങൾ ഈ ഭരണഘടനാ പ്രണയത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോ നേരത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് ആ പാർട്ടിയുടെ പുതിയ നേതാക്കൾക്കുമുള്ളത് എന്നാണ്. 2021 നേരത്തെ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ ഈ കോർണൽ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ശ്രീ കൗശിക് ബാബുവിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട്, ഐ തിങ്ക് ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്, അബ്സല്യൂട്ട്ലി ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്ന്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ ഇപ്പോഴത്തെയോ അന്നു മുതൽ അത് കണ്ടുവന്ന പഴയകാല നേതാക്കളോ ഇപ്പോഴത്തെ നേതാക്കളോ ആരെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് അതിനുശേഷം ഇന്നോളം അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ അനുകൂലിച്ച് പറയാറുണ്ടോ? ഇല്ല. അവർക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന നല്ല ബോധ്യമുണ്ടത് രാഹുൽ ഗാന്ധിക്ക് വരെയുണ്ട്. അദ്ദേഹം അത് ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ഉയർത്തി പറയുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ അപലപിക്കുന്നതോ തള്ളി പറയുന്നതോ ശ്രീമതി മാധു കേട്ടിട്ടുണ്ടോ? അതായത് രാജ്യത്തിന് മേലെ 21 മാസത്തെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് 1.5 ലക്ഷത്തോളം ആൾക്കാരെ ജയിലിലിട്ട് 25ഓളം പേരെ കസ്റ്റോഡിയൽ മരണത്തിന് വിധേയരാക്കി രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി 83 ലക്ഷം ആളുകളെ നിർബന്ധിത വന്ധ്യകരണത്തിന് വിധേയരാക്കി 7 ലക്ഷത്തോളം മനുഷ്യരെ കുടിയിറക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഒന്നുമല്ലാതെയായി മാറി വന്നതിന് ശേഷം അതൊരു തെറ്റായിരുന്നു എന്ന് ഏറ്റുപറയുന്നത് കൊണ്ട് ഇതിൻ്റെ പാപക്കറ മുഴുവൻ കഴുകിക്കളയാൻ
സാധിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി പോലും എത്ര ലാഘവത്വത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. 50 കൊല്ലം മുൻപ് നടന്നു പോയിട്ടുള്ളൊരു കാര്യമാണ്, അതിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ 2002 നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തൂടെ, അല്ലെങ്കിൽ 1991 നടന്നിട്ടുള്ള 92 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ചർച്ച ചെയ്തൂടെ. 20 വർഷം മുൻപുള്ളതും 30 വർഷം മുമ്പുള്ളതൊക്കെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാം. 50 വർഷം മുമ്പുള്ളത് കഴിഞ്ഞു പോയ ചരിത്രമാണെന്ന്. എത്രയാണ് ഈ ചരിത്രത്തിന്റെ ലിമിറ്റേഷൻ പീരീഡ്? 40 വർഷം കൊണ്ടാണ് ഒരു വിഷയം പഴയതാവുന്നത്? എനിക്കറിയില്ല. സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസിന്റെ ലെഗസിയെ പറ്റി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന് ലെഗസിയൊന്നുമില്ല. കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ആയിരുന്നു എല്ലാ ദേശീയവാദികളും അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി. 1969 ഈ കോൺഗ്രസ് പിളർന്നു. സംഘടനാ കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസുമായിട്ട് പിളർന്നു. ഇന്ന് നമ്മൾ കാണുന്നത് 1969 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ്, കോൺഗ്രസ് റെക്വസിഷനിസ്റ്റ് ആണ്. ആ കോൺഗ്രസിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ലെഗസിയൊന്നും ഉന്നയിക്കാനുള്ള അവകാശമില്ല. അത് വേറൊരു വിഷയം. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ ചരിത്രപരമായിട്ടുള്ള ഞങ്ങളുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പറ്റി പറയുന്ന ആളുകൾ 1975 യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിട്ടുള്ള സംഭവം ഒന്ന് നോക്കൂ. ഭരണഘടന പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ, ബാഹ്യമായിട്ടുള്ള യുദ്ധങ്ങളോ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളോ ഉണ്ടാകുമ്പോഴാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇന്ദിരാഗാന്ധിയുടെ 1971 റായ്ബറേലിയിൽ രാജ്നാരായണനുമായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫ്രോഡ് ഇലക്ട്രൽ പ്രാക്ടീസസ് നടത്തിയതിന്റെ പേരിൽ അലഹാബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻ സിൻഹ അദ്ദേഹം അസാധുവാക്കിയപ്പോൾ അതിനെ മറികടക്കാനാണ്, തന്റെ പ്രധാനമന്ത്രി പദത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 50 വർഷം മുമ്പുള്ള ചരിത്രമാണെങ്കിലും നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. നമുക്ക് അതിന്റെ ഒരു ക്രോണോളജി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ആകെ എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമായി ഇത് മാറുന്നത്, ശ്രീ ശങ്കുട്ടിദാസ് ഒന്ന് പൂർത്തീകരിക്കട്ടെ, അതായത് ആകെ എടുത്ത് പറയാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമായി ഇത് മാറുന്നത് നിങ്ങൾക്ക് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നതിന് പിന്നാലെയാണ്. UP-യിലടക്കം നേരത്തെ ചോദിച്ചതുപോലെ സംവിധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷ ചേരി വലിയ നേട്ടം കൊയ്തപ്പോൾ അങ്ങനെ ഭരണഘടനയെ തള്ളിപ്പറയാൻ ഇനി കഴിയില്ല, ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ കടവേര അറുക്കപ്പെടും എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഈ പുതിയ പ്രണയം എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇത് എന്തൊരു മുൻവിധി കലർന്നിട്ടുള്ള എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്? പുതിയ ഭരണഘടനാ പ്രണയം. ഞങ്ങൾക്ക് മുന്നേ ഭരണഘടനയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഈ അടുത്താണ് ഭരണഘടനയോട് പ്രേമം ഉണ്ടായതെന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അങ്ങ് വിധിക്കുന്നത്? ഞങ്ങൾക്ക് ഭരണഘടനയോടുള്ള കൂർമ്മയോ പ്രതിബദ്ധതയോ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി സമരം ശ്രീ ശങ്കുട്ടിദാസ് അങ്ങ് ഒരു ചർച്ചയിൽ ഉന്നയിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് ഉന്നയിക്കുന്ന ഒരാശയത്തിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുന്നത്. അവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കുന്നത്. നേരത്തെ ശ്രീ നിജേഷ് പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യ പുലരിയിൽ നിങ്ങൾ കൊടിയുയർത്താൻ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തീരുമാനിക്കുന്ന ചിഹ്നങ്ങളോട് നിങ്ങൾ അന്ന് കൂറു പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ ആശയത്തെ ഉൾക്കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ല, അങ്ങ് പറഞ്ഞോളൂ. ശരി, അങ്ങയുടെ ചോദ്യം ഞങ്ങളുടെ ഈ പറയുന്നത് ഞങ്ങളുടെ ഏക ആയുധം ഇതാണ്, ഇതല്ലാതെ വേറെ ആയുധമില്ല, അതൊക്കെ വളരെ അപക്വമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. BJP-യുടെ ആവരാഴിയിലെ അനേകം ആയിരങ്ങളുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ആയുധമല്ല. മറ്റൊരു വിഷയവും ഇല്ലാതായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കോൺഗ്രസിന്റെ ആരോപണമാണ്. ഞാൻ അതങ്ങോട്ട് ഒരു ചോദ്യ രൂപേണ ഉന്നയിച്ചതേ ഉള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ഞാൻ ആരാണ് ഈ ചർച്ചയുടെ നല്ല ബോധ്യം എനിക്കുണ്ട്, അങ്ങ് പറഞ്ഞോളൂ. പിന്നെ ശ്രീമതി മാധു അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ പറയുന്ന ഏക ആയുധത്തെ പ്രതിപക്ഷം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷം മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷത്തെ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാമെന്നോ അവരുടെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ നീറൽ സൃഷ്ടിക്കാമെന്നോ എന്നുള്ള വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. അവരങ്ങനെ അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ളൊരു സമൂഹമാണെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ആരോടാണ് സംസാരിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഈ ഭരണഘടനാ പ്രണയം പറയുന്ന, ജനാധിപത്യ സംരക്ഷണം പറയുന്ന, ഫെഡറൽ സ്ട്രക്ചറിനെ പറ്റി പറയുന്ന കോൺഗ്രസ് ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് ഈ രാജ്യത്ത് എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് അധികാരം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 352 സീറ്റ് ഉണ്ടായപ്പോൾ അവർ ഭരണഘടനയെ തന്നെ അസാധുവാക്കിയിട്ട് ഇവിടെ 21 മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇവർക്ക് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് 90 വട്ടം രാഷ്ട്രപതി ഭരണം ഈ രാജ്യത്ത് ഏർപ്പെടുത്തി. ഇവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് ആകെ ഭരണഘടനയിൽ 100ഓളം അമെൻമെന്റുകളാണ് നടന്നിട്ടില്ലെങ്കിൽ അതിൽ 76 അമെൻമെന്റുകൾ ഇവർ നടത്തി. ഇവർക്ക് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് മൃഗീയ
വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് 42nd അമെൻമെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുക. പുതിയൊരു ഭരണഘടന രാജ്യത്തിൽ ഉണ്ടാക്കിയതാണ്. ഭരണഘടനയെ റിപ്പീൽ ചെയ്യാൻ തന്നെ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണത്. പ്രിയമ്പിൾ ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണത്. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം എടുത്തു കളഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണത്. പാർലമെന്റിൽ പാലിക്കേണ്ട കോറം എന്ന് പറയുന്ന സങ്കല്പം എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു MP വേണമെങ്കിൽ നിയമം പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അമെൻമെന്റ് ആണത്. റൂൾ ബൈ ഡിക്രി ഒരു അധികാരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന സമയമാണ്. ഓർഡിനൻസിലൂടെ രാജ്യം ഭരിക്കപ്പെട്ടിരുന്ന സമയമാണ്. അപ്പോൾ കോൺഗ്രസ് തങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത് എന്ന് ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണഘടനാ സ്നേഹം പറയാൻ, ജനാധിപത്യം പറയാൻ, ഫെഡറൽ സ്ട്രക്ചർ പറയാൻ ഇവർക്ക് യാതൊരു ധാർമ്മികാധികാരവും ഇല്ല. ഇവർക്ക് മനുഷ്യാവകാശം പറയാനുള്ള അധികാരമുണ്ടോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് തിഹാർ ജയിലിന്റെ കപ്പാസിറ്റി 1750 ആളുകളെയാണെങ്കിൽ ഒരേ സമയം ആ ജയിലിൽ 3500 ആൾക്കാരെ അടയ്ക്കുകയും കൂടുതൽ ആളുകളെ ആസ്പെറ്റോസ് ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള ഒരു അധികാരവും ഇല്ലാത്ത ആള് പ്രധാനമന്ത്രി 20 പ്രോഗ്രാം പ്രഖ്യാപിക്കുമ്പോൾ തൻ്റേതായിട്ട് 5 പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റേറ്റിന്റെ മുഴുവൻ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 5 പ്രോഗ്രാം നടപ്പാക്കുകയും അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സഹിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ ചെയ്തത് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ പ്രേമം പറയാനോ ജനാധിപത്യത്തെ പറ്റി പറയാനോ ഫെഡറലിസത്തെ പറ്റി പറയാനോ ഇവർക്ക് യാതൊരു അധികാരവും ഇല്ലെന്ന് ഇവരെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന ഭരണഘടനയെ പറ്റി പറയാൻ, ജനാധിപത്യത്തെ പറ്റി പറയാൻ, ഫെഡറലിസത്തെ പറ്റി പറയാൻ നിങ്ങൾക്കൊരു അധികാരവുമില്ല, നിങ്ങൾക്കൊരു ധാർമ്മിക അടിത്തറയുമില്ല. അങ്ങനെ ധാർമ്മിക അടിത്തറ ഉണ്ടാക്കി വെക്കാനുള്ളതൊന്നും നിങ്ങൾ പോയ കാലത്ത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ചെയ്തത് ഭരണഘടനയ്ക്ക് മുകളിൽ അധികാര ദുർവിനിയോഗം മാത്രമാണ്, അധികാര അമിത പ്രയോഗം മാത്രമാണ്. അങ്ങനെ ശങ്കുട്ടിദാസ് എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം BJPയെ ചെറുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് 75 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതിനുശേഷം രാജീവ് ഗാന്ധി നേരിട്ടു, മൻമോഹൻ സിംഗ് നേരിട്ടു, നരസിംഹറാവു നേരിട്ടു. ഇപ്പോൾ ഞങ്ങളങ്ങ് ഇല്ലാതായി 44 സീറ്റിലേക്ക് പോയി. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ടു. അന്നൊന്നും BJPക്കാർ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ പറ്റിയല്ല, പപ്പു എന്നായിരുന്നു. രാഹുൽ ഗാന്ധി ആക്ഷേപിക്കലായിരുന്നു. ഇന്ന് പുതിയൊരു ഞങ്ങളൊക്കെ ഒന്ന് വന്നപ്പോൾ ഒരു ആയുധവുമായി വന്നു. ഞാൻ തിരിച്ച് മാധുവിനോട് ചോദിക്കുന്നത്, അടിയന്തരാവസ്ഥയെ ഈ കാലം വരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പിന്നീട് ന്യായീകരിച്ചിട്ടുണ്ടോ? അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനകത്ത് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറല്ല. ഇനി നേരെ തിരിച്ച് BJPയിലേക്ക് ഡിഫറൻസിലേക്ക് അന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അതിനെതിരെ സംസാരിച്ചോ എന്ന് പറയുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാണ്, പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം പോന്ന ലെഗസി പേറുന്ന, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും പേറുന്ന, എല്ലായിടത്തു നിന്നുള്ള ദേശീയ നേതാക്കളെ സമാഹരിച്ച് അവരുടെ ആശയ അടിത്തറയിൽ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി എമർജൻസിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ചൂണ്ടുവിരൽ ഉയർത്താൻ പോകുന്ന ഒറ്റ നേതാവുമില്ലാത്ത പ്രസ്ഥാനമായി അന്ന് എങ്ങനെയാണ് നിശബ്ദമാക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അന്നൊരു സംഭവിച്ച കാര്യങ്ങളെ പറ്റി പിന്നീട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്തില്ല. ഞാനും BJPയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് ഒറ്റ കാര്യം. 1948 ജനുവരി മാസം 30-ാം തീയതി രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെടുന്നു. ഒരേ ഒരു കാര്യം, ഈ കാലത്തിരുന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലല്ല, എതിർക്കേണ്ട കാലത്ത് നിങ്ങളുടെ ഒരു നേതാക്കളും എതിർത്തില്ല. ഇന്ന് നിങ്ങൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കാലഘട്ടം കൊണ്ടാണ്. ജനാധിപത്യം ഈ വളർന്ന കാലത്ത് സ്വീകരിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യാനുള്ള കരുത്ത് കൊണ്ടാണ്. നിങ്ങളത് ഔദാര്യമായി കാണരുത്. ഞാൻ ഔദാര്യം പറഞ്ഞില്ലല്ലോ മാധു. അങ്ങനെ ഒരു ഭാഷയോ അങ്ങനെ ഒരു നോക്കോ വാക്കോ എൻ്റെ ഭാഗത്തില്ല. ഞാൻ കോൺഗ്രസിന്റെ നിലപാടാണ് പറയുന്നത് മാധു.
1975 സംഭവിച്ച കാര്യത്തെപ്പറ്റി ഇന്ദിരാഗാന്ധിക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ വളരെ മോശം ഒരു ക്യാരക്ടറാണ് എന്ന രീതിയിൽ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരുത്തി. ഞാൻ തിരിച്ചു മാധുവിനോട് ചോദിച്ച ഒറ്റ ചോദ്യം, അത് കംപ്ലീറ്റ് ചെയ്യാൻ മാധു ഒന്ന് അനുവദിക്ക്. 48 ജനുവരി മാസം 30 രാഷ്ട്രപിതാവിനെ കൊന്നു. ആ കൊന്ന ആളുകൾ പഴയകാല RSSുകാർ, ഹിന്ദു മഹാസഭയുടെ ആളുകൾ. അതിലെ പ്രതിയായിരുന്നു ദാമോദർദാസ് സവർക്കർ. ആ പ്രതി തെളിവില്ലാത്തതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ദാമോദർദാസ് സവർക്കറിനെ സംരക്ഷിക്കാൻ ഗോഡ്സെക്ക് അമ്പലം പണിയാനാണ് ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത്. ആ ഇന്ത്യ രാജ്യത്ത് ഗോഡ്സെക്ക് അമ്പലം പണിയുന്ന ദാമോദർദാസ് സവർക്കറുടെ പേര് റോഡിനും സർവകലാശാലയ്ക്കും ഇടുന്ന, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ദാമോദർദാസ് സവർക്കറുടെ ചിത്രം വെക്കുന്ന, അന്ന് ഗാന്ധി വധത്തിൽ പ്രതിയാക്കപ്പെട്ട് തെളിവില്ലാത്തതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ട ആളുകളെ ഇപ്പോഴും അതിന്റെ പേരിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. നേരെ തിരിച്ച് 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ശരിയല്ല എന്ന് നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം. ഇത് രണ്ടിന്റെയും ഡിഫറൻസ് മാധുകളക്ക്. ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, ഔദാര്യമല്ല, അത് ഞങ്ങളുടെ ജനാധിപത്യ ബോധമാണ്. അതിനുശേഷമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതിനുശേഷമാണ് ഈ രാജ്യത്തെ വിഘടനവാദികൾ ഉണ്ടായപ്പോൾ പഞ്ചാബിനെ അങ്ങ് മാറ്റപ്പെട്ട സമയത്ത് അവിടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരിൽ നിന്ന് സിഖ് മതക്കാരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ പാടില്ല, ഇന്ത്യയുടെ മതേതരത്വത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കപ്പെട്ടത് ഞങ്ങൾ ഓർക്കുന്ന ഇന്ദിരാഗാന്ധി അങ്ങനെയൊക്കെയാണ്. 71 യുദ്ധകാലത്ത് അങ്ങ് 7ാം കൂലി പട്ടാളം അങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൈക്കുമ്പിളിലാക്കി ബംഗ്ലാദേശിന് കൊടുത്ത ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. പഴയകാല പാരമ്പര്യത്തിന്റെ ബാക്കി പത്രം വെച്ച് പ്രിവി പേഴ്സിന്റെ പേരിൽ ആനുകൂല്യം പറ്റിയ രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിരോധിച്ച് ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. മുതലാളിമാരുടെ ദേന ബാങ്കിന്റെ, കനറ ബാങ്കിന്റെ, സിൻഡിക്കേറ്റ് ബാങ്കിന്റെ, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒക്കെ മുതലാളിമാരുടെ കൈകളിലുള്ള ബാങ്കിനെ നാഷണലൈസ് ചെയ്ത, സർക്കാരിന്റെ സ്വത്താക്കിയ ഇന്ദിരാഗാന്ധിയെ ഞങ്ങൾ ഓർക്കുന്നു. ഈ രാജ്യത്ത് ഗരീബി ഹടാവോ എന്ന് മുദ്രാവാക്യം വിളിച്ച ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ആ കാലഘട്ടത്തിൽ നേതാക്കൾ അവരെയൊക്കെ അനുസ്മരിക്കാൻ നമുക്ക് പല കാര്യങ്ങളുണ്ടാകും. ആ പല കാര്യങ്ങളിൽ ഒന്നാണ് എമർജൻസിയും. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ എമർജൻസി ഒഴിവാക്കിക്കൊണ്ടൊന്നും ചിന്തിച്ചെടുക്കാനോ ചരിത്രമെടുക്കാനോ കഴിയില്ല എന്ന് അങ്ങേക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ചോദ്യം BJPയുടെ ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് അങ്ങ് പറഞ്ഞു ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. ഈ കാലത്തോ ആ കാലത്ത് അംഗീകരിച്ചില്ലെങ്കിലും വിയോജിപ്പ് പറഞ്ഞില്ല. അതിനുശേഷം ഒരു നേതാക്കളും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ഇപ്പൊ നമ്മൾ എമർജൻസി അല്ല നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചർച്ച. ആ വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ ചേരിക്കു നേരെ BJP തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രമാണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അല്ല, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷക്കാലമുള്ള ഒരു BJP അല്ല ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ തുരത്തി ഓടിച്ച, സസ്പെൻഡ് ചെയ്ത ഒരു കാലം. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ ചർച്ച മുഴുവൻ കേൾക്കാതെ അവസാനം 1 മണിക്കൂർ വന്ന് പ്രസംഗിച്ച ഒരു കാലം. നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞ ആ പീഡനത്തിന്റെ കാലഘട്ടത്തിൽ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 1 വർഷക്കാലം നീണ്ടുനിന്ന കൊലപാതകങ്ങൾ നടന്നപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും 50,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വസിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ കാലത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ആ ഭാഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നരേന്ദ്രമോദിക്കുണ്ട്. ആ സമയത്ത് അവർ ബ്രഹ്മാസ്ത്രമാണ് എന്ന് മാധു നാളത്തെ രാഷ്ട്രീയം തീരുമാനിക്കട്ടെ. അതിന് ബ്രഹ്മാസ്ത്രം എന്ന് മാധു പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രയാസമുണ്ടാക്കും നാളത്തെ രാഷ്ട്രീയം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചട്ടവിരുദ്ധമായി കൊണ്ടുവന്ന ഒരു നിലപാടിനെയാണ് ഞങ്ങൾ എതിർത്തത്. അല്ലാതെ പാർലമെന്റിലെത്തുന്ന പ്രതിപക്ഷ ചേരിയുടെ ഐക്യധാരണയ്ക്കുമേൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരായുധം തന്നെയാണ് BJP ഇന്നെടുത്ത് പ്രയോഗിച്ചത്. അത് ബ്രഹ്മാസ്ത്രമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പരിചയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശരിയെന്നേ. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷപാതിത്വം പിടിച്ച് സംസാരിക്കുന്നതാണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കോ പാനലിസ്റ്റുകൾക്കോ വേണ്ടതില്ല. എൻ്റെ ഓരോ ചോദ്യവും നിങ്ങൾ പറയുന്ന മറുപടികളിൽ നിന്നുണ്ടാകുന്നതാണ്. അത് എത്ര കഠിനമായ ആയുധമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. 2 കാര്യങ്ങൾ മാധു. ഒന്ന്, ലോകസഭയ്ക്കകത്ത് ചട്ടമില്ലാതെ ചട്ടവിരുദ്ധമായി എടുത്ത നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടം ചർച്ച ചെയ്യപ്പെടുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾക്കതിന് പൊളിറ്റിക്കലായ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഭൂലോകത്തോട് പറയാൻ, ലോകത്തോട് പറയാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവിടുന്നാണ് കയറി, ഫിനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ കയറി വരുന്നത്. ഞങ്ങളുടെ നിലപാട് ജനങ്ങളോട് പറഞ്ഞിട്ടാണ്. മാധു നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരം പറഞ്ഞിട്ടല്ല, ഔദാര്യം പറഞ്ഞിട്ടല്ല. ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ വാക്ക്, ഏറ്റവും വലിയ വാക്ക്, ഈ രാജ്യത്തെ പൗരൻ
പൗരന്റേതാണ്, അവൻ പ്രജയല്ല പൗരനാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് കൂടി നടന്നു പോയത്. ഞങ്ങൾ പറയാത്ത പൊളിറ്റിക്സ് ഇല്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പറഞ്ഞ കെട്ടുതാലിയുടെ കണക്ക് പറഞ്ഞിട്ടില്ല. നാളെ അയോധ്യ ഇടിച്ചു നിരത്തും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ സ്നേഹത്തിന്റെ ഭാഷയെ പറഞ്ഞത്. ഒരു കാലത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാധുവിനൊരു തെറ്റുപറ്റിയാൽ അത് തിരുത്തുകയല്ലേ ചെയ്യേണ്ടത്. എനിക്ക് തെറ്റുപറ്റിയ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ ഞാനത് തിരുത്തും. അതിന്റെ ഔന്നത്യമാണ്, ഔദാര്യമല്ല, ഔന്നത്യമാണ്. കോൺഗ്രസ് പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലല്ലേ 3 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാലയോട് സംസാരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞത്? അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എന്താ ഇതിൽ പറയേണ്ടത്? അനുകൂലമായ കാര്യങ്ങൾ മാത്രം, അനുകൂലമായ പദപ്രയോഗങ്ങൾ മാത്രം ഉപയോഗിച്ച് ചോദ്യം ചോദിക്കാൻ, ഇത് നമ്മൾ വിനയ വിധേയ മനോഭാവത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയല്ല. ഇത് ജനാധിപത്യമാണ്. നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ നിങ്ങളിലേക്ക് ഉണ്ടാവുള്ളത്. എന്റെ വിശേഷണമായി അല്ല ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ശരി ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ നിജേഷ്. ഞാൻ മാധുവിന്റെ ഭാഷയെ പറ്റിയോ ചോദ്യത്തിനെ പറ്റിയോ എനിക്ക് ആക്ഷേപമില്ല. ശരി, നമ്മൾ അങ്ങനെ പോകാം. ശരി, കാര്യങ്ങൾ പറയരുത്. ഓക്കെ, ശരി. ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോ പ്രതിപക്ഷം പഴയ പ്രതിപക്ഷമല്ല. 100ഓളം സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് അവിടെ വലിയ ശക്തമായിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയാണ്. വലിയ തോതിൽ പ്രതിപക്ഷ ചേരിയുടെ ഐക്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുമിച്ച് ഇന്ത്യ സഖ്യമായാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് പോയത്. ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷത്തെ അങ്ങനെ അസ്തപ്രജ്ഞരാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് NDAക്ക് സാധ്യമല്ല. BJPക്ക് NDAയുടെ സഖ്യകക്ഷികളെ പോലും കണക്കിലെടുത്ത് മാത്രമേ ഇനി മുന്നോട്ട് ചുവടുകൾ വെക്കാൻ കഴിയൂ. അങ്ങനെ ജനാധിപത്യം അതിൻ്റെ സർവ്വവിധമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു പാർലമെന്റ് സമ്മേളന കാലം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഇനി പോകുന്ന 5 വർഷക്കാലവും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അവിടെ ആദ്യത്തെ ദിവസത്തെ ഈ ചുവടുവെപ്പ് ഞാൻ ആദ്യം ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ വളരെ സ്വാഭാവികമായി ഉന്നയിക്കപ്പെടുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട ഒരു കാലത്തിന്റെ വെറുമൊരു പരാമർശം മാത്രമായി കാണാൻ കഴിയില്ല. അത് നമുക്കറിയാവുന്നതാണ്. BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എങ്ങനെ ഏതു സമയത്ത് എത്ര കൃത്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഐക്യനിരയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമവും നടത്തും. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കിയാണ് അവരുടെ സ്ട്രാറ്റജി. അത് കഴിഞ്ഞ 10 കൊല്ലമായി നാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണല്ലോ ഇന്ത്യയുടെ പാർലമെന്റ്. ആ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭ പ്ലസ് രാജ്യസഭ പ്ലസ് ഇന്ത്യൻ പ്രസിഡന്റാണ്. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനെ പോലും ക്ഷണിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് വിമാനം ചാർട്ട് ചെയ്ത് സന്യാസി വര്യന്മാരെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ചെങ്കോല് സ്ഥാപിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യത്തിനെതിരെ നീങ്ങുന്നത് ആരാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഇന്ന് ജൂൺ മാസം 26-ാം തീയതിയാണ്. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ IPC CRPC എവിഡൻസ് ആക്ടും അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങൾ റിപ്പീൽ ചെയ്യപ്പെടുകയാണ്. നിലവിലില്ല. കാരണം അത് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ പോലും 147 MPമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയെടുത്തത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. കാശ്മീരിനെ കീറിമുറിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്ത് ഒറ്റ വരി വായിച്ചുകൊണ്ട് ഒരു ചർച്ചയും ഇല്ലാതെ ഇന്ത്യയുടെ കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞു. സുപ്രീം കോടതി 2 ഘട്ടത്തിൽ പറഞ്ഞു ഇതൊരു പോളിസി ഡിസിഷൻ ആണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി സ്വീകരിച്ച പിന്നാമ്പുറ വഴികൾ തെറ്റാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ ആർട്ടിക്കിൾ 3 പ്രകാരം അധികാരമില്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം. പക്ഷേ കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതെല്ലാം നാം കണ്ടു. അപ്പൊ അത്തരത്തിൽ ജനാധിപത്യ നിഷേധത്തിന്റെ പാർലമെന്റിന്റെ തന്നെ പവർ എടുത്തു കളയുന്ന ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടന്നത്. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ എണ്ണം കുറവായതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ കഴിയാതെ വരികയും പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ നിരവധി നാം കാണുകയുണ്ടായി. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിൽ പോലും, അതുപോലെ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും, അതുപോലെ കാർഷിക പരിഷ്കരണ നിയമം, ലേബർ കോഡ്, അതുപോലെ നടപ്പാക്കിയ നിരവധി നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പാക്കുമ്പോഴെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമല്ലെന്നും വിരുദ്ധമാണെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും വിശദമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും പറഞ്ഞ ഘട്ടങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ജനാധിപത്യ നിഷേധങ്ങളെ ഇനി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. കാരണം പാർലമെന്റ്
പാർലമെന്റ് അംഗങ്ങളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ എല്ലാത്തിന്റെയും സുപ്രീം ഭരണഘടനയാണെന്നും ഭരണഘടനാ വിധേയമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയൂ എന്ന് ഊട്ടിയുറപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകും. അത് NDA സംബന്ധിച്ചിടത്തോളം അവർക്കും വ്യക്തമാണ്. കാരണം അവർക്കും ഏകപക്ഷീയമായി BJPക്ക് ഭൂരിപക്ഷമില്ല. അവരുടെ ഘടകകക്ഷികളെ തന്നെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ മുന്നിലുണ്ട്. 400+ സീറ്റ് കിട്ടും, അങ്ങനെ ഞങ്ങൾ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുത്ത് നടത്തും, ഒരു മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റും എന്ന രൂപത്തിൽ അവരുടെ തന്നെ MP-മാർ നടത്തിയ നിരവധി പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തു. 13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടത്തിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കിയത്, വിവിധ വിഭാഗങ്ങളെ തമ്മിൽ സംഘർഷത്തിന്റെ വേദി ഒരുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇലക്ഷൻ കമ്മീഷൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഇലക്ഷൻ കമ്മീഷനെ പോലും സുപ്രീം കോടതി വിധിയെ കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നമ്മൾ കണ്ടതാണ്. ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവർണറുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം വളരെ ഏകപക്ഷീയമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചത്. സുപ്രീം കോടതി വിധി വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനാണോ പദവി അതോ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറാണോ കൂടുതൽ പദവി എന്ന വിഷയത്തിൽ പെട്ടെന്ന് നിയമനിർമ്മാണം നടത്തിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പല രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെയും കള്ളക്കേസിൽ കുടുക്കി BJP ആക്കി മാറ്റിയതും പല രാഷ്ട്രീയ കക്ഷികളെ പിളർത്തിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കുന്ന ആ കഴിഞ്ഞ 10 വർഷത്തെ നടപടിക്രമങ്ങൾ തുടരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന ബോധ്യം NDAക്കുണ്ട്, BJPക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചർച്ച ഇന്ത്യൻ പാർലമെന്റിൽ നടക്കും, സംവാദങ്ങൾ നടക്കും, നിയമനിർമ്മാണങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ നടക്കൂ. ഒന്ന് വ്യക്തമാണ്, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 1947 മുതൽ 2024 വരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് ഏറ്റവും കുറച്ചു നാൾ സമ്മേളിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കുറച്ച് നിയമനിർമ്മാണത്തിന്റെ ചർച്ചകൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഒരു പ്രധാനമന്ത്രി ഏറ്റവും കുറച്ച് ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഹാജരായത് 2023-24 വർഷമാണ്. അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകില്ല. കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും നിയമനിർമ്മാണം സുതാര്യമായിട്ടുള്ള രീതിയിൽ പോകുവാനും എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ, അതുപോലെ തന്നെ ഫെഡറലിസം കാത്തു സംരക്ഷിക്കാൻ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് വേദിയാകും. അതിന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ തരത്തിൽ തന്നെ ഉപകരിച്ചിട്ടുണ്ട്. അതിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമായി എന്ത് ഇടപെടൽ നടത്തിയാലും ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുക്കാനും ആ ഭിന്നിപ്പിനെ കൃത്യമായി മനസ്സിലാക്കുവാനും ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും എല്ലാം കരുത്തുള്ള ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി മാറിയിട്ടുണ്ട്. വളരെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ആ ഭാഗത്ത് അണിനിരക്കുന്നുണ്ട്. അവരെല്ലാം കൂടിയാലോചനയിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് 28 കക്ഷികളുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായാൽ പോലും യോജിപ്പിന്റെ മുഖത്തോടെ അവയെ നേരിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യം കാത്തുസൂക്ഷിക്കുന്ന മുന്നണിയായി മാറാൻ ഈ മുന്നണിക്ക് കഴിയുമെന്നതിൽ സംശയമില്ല. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങനെ ഈ പറയുന്ന ഐക്യത്തിൽ ഒരു സ്ഥിരതയുണ്ടാക്കാൻ കഴിയുന്ന ചേരിയാണ് ഇന്ത്യ മുന്നണി എന്ന് BJP വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല, അങ്ങനെ ഈ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിന് തൊട്ട് മുൻപാകെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ബ്ലോക്കായിട്ടാണ്, ഒരു സംഘമായിട്ടാണ് അവർ പാർലമെന്റിലേക്ക് കയറുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമായിരിക്കും കൂടുതൽ ശക്തി ആർജിച്ച പ്രതിപക്ഷത്തിൽ നിന്ന് ഇത്തവണ നേരിടേണ്ടി വരുന്നത് എന്ന് BJPക്ക് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റായി അവതരിപ്പിക്കുകയാണ് അന്ന് പ്രതിപക്ഷ ചേരി ചെയ്തത്. ഈ ഐക്യം ഈ പോകുന്ന 5 വർഷക്കാലവും നിങ്ങൾക്ക് പാർലമെന്റിൽ നേരിടേണ്ടി വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നോക്കൂ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. അവർ യഥാർത്ഥത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. അല്ലാതെ ഭരണഘടനയിൽ അവർക്ക് ആവശ്യമുള്ള അനുച്ഛേദങ്ങളെ മാത്രം ഉപയോഗിക്കുകയും അല്ലാത്തതിനെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പ്രിയമ്പിളെങ്കിലും പൂർണ്ണമായിട്ട് അവർ അംഗീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പൊതുവേ നമ്മുടെ ചർച്ചകളിലൊക്കെ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ പ്രിയമ്പിളിലെ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതിലെ ഈ സെക്യുലറും സോഷ്യലിസ്റ്റും മാത്രമല്ലാതെ ഊന്നുകയും സോവറിൻ തുടങ്ങിയിട്ടുള്ള ഈ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെ പൂർണ്ണമായിട്ട് വിസ്മരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നിരിക്കെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന കശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്ന കാര്യം എടുത്തു കളഞ്ഞപ്പോൾ, ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻ എടുത്തു കളഞ്ഞിട്ട് കശ്മീരിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയോട് ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് ഇന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ ചർച്ചയിൽ പോലും ഇരുന്ന് പറയേണ്ടി വരുന്നത്.
കാരണം ഭരണഘടന പറയുന്ന യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന ആശയത്തെ അവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന് ഐക്യം ഉണ്ടാവുമെന്നാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് എനിക്കത് തോന്നുന്നില്ല. ചെറിയ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ചെറിയൊരു മേധാവിത്വം എണ്ണത്തിൻ്റെ കാര്യത്തിൽ കിട്ടിയപ്പോൾ തന്നെ കോൺഗ്രസ് അവരുടെ 1975 സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാലം കോൺഗ്രസിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിനെ നിർദ്ദേശിക്കാനുള്ള അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല. 543 അംഗമുള്ള സഭയിൽ 10% എന്ന് പറഞ്ഞാൽ 55 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിപക്ഷ നേതാവാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാലം കോൺഗ്രസിന് അത് ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന പ്രോട്ടോം സ്പീക്കർ സ്ഥാനത്തിൻ്റെ വിഷയത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ INDA മുന്നണിയിലെ ഒരു പാർട്ടിയോടും കൂടിയാലോചന നടത്താണ്ട് ഏകപക്ഷീയമായിട്ട് തങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ കോൺഗ്രസ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പത്രിക സമർപ്പിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് കൂടിയാലോചന നടത്തിയത്? അതിൽ INDA മുന്നണിയിലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, NCP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. അവരുടെ പ്രതിനിധികൾ പരസ്യമായിട്ട് ഇന്നലെ ഈ കാര്യത്തിൽ ഞങ്ങളോട് കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം INDA മുന്നണിയുടെ യോഗമോ കൂട്ടായ തീരുമാനമോ ഉണ്ടാവാതെ എന്താ പറയുക പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നിർദ്ദേശിച്ചു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇത്തവണ 99 സീറ്റുകൾ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ നിർദ്ദേശിക്കാനുള്ള അധികാരം ശേഷി അവർക്കുണ്ട്. പക്ഷേ തങ്ങൾ 99 അല്ല, തങ്ങൾ 234 പേരടങ്ങുന്ന INDA മുന്നണിയാണെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നണിയിൽ ചർച്ച നടത്തി എല്ലാവരുടെയും യോജിപ്പോടു കൂടി വേണമായിരുന്നു. മുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ പറയുന്നു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാണിക്കാനുള്ള തീരുമാനം മുന്നണി യോഗത്തിൽ സംയുക്തമായിട്ട് എടുത്തിട്ടുള്ളതല്ല എന്ന്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ എമർജൻസിക്ക് എതിരായിട്ടുള്ള പരാമർശം സ്പീക്കർ വായിച്ചിട്ടുള്ള ആദ്യത്തെ റെസൊല്യൂഷനിൽ ഉൾപ്പെട്ടപ്പോൾ കോൺഗ്രസ് മാത്രമാണ് സഭയിൽ അതിനെതിരെ ശബ്ദമുയർത്തി പ്രതിഷേധിക്കുന്നത്. പ്രതിപക്ഷ മുന്നണിയിലെ വേറെ ഒരു പാർട്ടിയും SP ആവട്ടെ RJD ആവട്ടെ ഇവരൊന്നും ആ കാര്യത്തിൽ യാതൊരു പ്രതിഷേധവും ഉന്നയിക്കുന്നതായി കണ്ടില്ല. കോൺഗ്രസിന്റെ പ്രതിഷേധം പോലും എന്തിനായിരുന്നു എന്ന് മനസ്സിലായില്ല. കാരണം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഇത്തവണ സഭയിലേക്ക് വന്നിരിക്കുന്നത്, ഭരണഘടനയെ സംരക്ഷിക്കാനാണെന്ന് പറയുകയും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട 75 പോലത്തെ ഒരു അനുഭവം ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ ഇവർ ഷെയിം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. KC വേണുഗോപാൽ പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണ് ആ നടപടി എന്നാണ് പറഞ്ഞത്. അതായത് ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് സ്പീക്കർ പറയുന്നത് അവരുടെ മുൻ ചെയ്തിയെ ഉദ്ധരിച്ചുകൊണ്ടാവുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാവുന്ന ഇവർക്ക് ഇങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ നിലപാടെടുക്കാൻ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയമായ നടപടിയല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന ആവശ്യം BJP NDA മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രമേയത്തിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ വന്നപ്പോഴല്ലേ കോൺഗ്രസ് അതിനെ ചേർത്തത്? നേരത്തെ ശ്രീ നിജേഷ് പറയുന്നുണ്ട് ചട്ടവിരുദ്ധമായതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് എന്നുള്ളത്. സ്പീക്കറെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതെങ്ങനെയാ അത് രാഷ്ട്രീയ പരാമർശമാവുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ചരിത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമല്ലേ അത്? ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് പ്രൊക്ലമേഷൻ പുറപ്പെടുവിച്ചു. ആ പ്രൊക്ലമേഷന്റെ അടിസ്ഥാനത്തിൽ റൂൾ ബൈ ഡിക്രി രാജ്യത്ത് നടപ്പാക്കി. 6 മാസം കൂടുമ്പോൾ, അതായത് എന്താണ് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അത് പാർലമെന്റ് റാറ്റിഫൈ ചെയ്യണമെന്നാണ് ചട്ടം. 6 മാസം കൂടുമ്പോൾ സഭയെ കൊണ്ട് റാറ്റിഫൈച്ച് 21 മാസം സഭയുടെ കാലാവധി നീട്ടിക്കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രി LK അദ്വാനി അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് അല്ലെങ്കിൽ ജോർജ് ഫെർണാണ്ടസ് അല്ലെങ്കിൽ ജയപ്രകാശ് നാരായൺ, അങ്ങനെ രാജ്യത്തെ ടോൾ ലീഡേഴ്സിനെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. സഭയിൽ ഭരണപക്ഷം മാത്രമായി. ഇത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കയ്യേറ്റമല്ലേ? അത് ആ സംഭവത്തിന്റെ 50ാം വാർഷികത്തിൽ സ്പീക്കർ ആ സഭയിൽ ഓർമ്മിപ്പിക്കുമ്പോൾ സമാനമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയ പരാമർശമാവുന്നത്? ഇവരുടെ ആവശ്യം ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടാനേ പാടില്ല, അതാരും സംസാരിക്കരുതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ ഈ കാര്യങ്ങളിലുള്ള ഇരട്ടത്താപ്പ് എങ്ങനെയാണ്. ഇവർ ഫെഡറലിസത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരുകൾ ഞാൻ മറ്റൊരു വിഷയം പറയുന്നു. ഇപ്പോ ഈ ചർച്ചയിൽ രാജ്യത്തിന്റെ ഓരോ രാഷ്ട്രീയ മൂലകളിലും BJP വലിയ തോതിൽ സർവ്വസജ്ജമായി ഇതിനെതിരായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരു കേഡർ സംവിധാനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അവർക്കുണ്ട്, അതിനുള്ള മെഷീനറി അവർക്കുണ്ട്. അതുപയോഗിച്ച് ഈ 50ാം വാർഷികം എന്ന് പറയുന്നയിടത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാഷ്ട്രീയ മൂലകളിലും ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഈ കാലത്ത്, അതായത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ BJPയെ ചെറുക്കാൻ, BJPക്കെതിരെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാൻ, അത് അവർക്കെതിരെ വലിയ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഇടത്ത് തിരികെ കോൺഗ്രസിലേക്കാണ് നിങ്ങൾ ചായുന്നതെങ്കിൽ ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ വീണ്ടും ജനാധിപത്യം ഇരുട്ടറയിൽ നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വരും എന്ന വലിയ പ്രചാരണത്തിന് BJP തുടക്കമിടുകയാണ്.
ഒന്ന്, സർവ്വവിധ സന്നാഹങ്ങളും ആയുധങ്ങളും ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഇന്ന് BJPയുടെ എല്ലാ മെഷീനറിയും ഉണ്ട് എന്ന് ഇതുപോലെയുള്ള ചർച്ചകളിൽ 1000 തവണ ആവർത്തിച്ച ഉത്തർപ്രദേശിനകത്ത് BJPയുടെ പഴയ അവസ്ഥ ഇല്ല. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു മെഷീനറി ഒന്നും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. മോദി കാ ഗ്യാരണ്ടി ഇന്ന് ഇല്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പേടിക്കുന്നില്ല. പക്ഷേ ശങ്കുട്ടിദാസിനോട് പറയാനുള്ളത്, ജൂൺ 4-ന്റെ ആഘാതത്തിൽ നിന്ന് താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും ഇതുവരെ മോചിതരായിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആവും. നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ തട്ടിത്തകർന്നു പോകും. മിസ്റ്റർ ശങ്കുട്ടിദാസ്, ഞങ്ങൾ പ്രതിസന്ധികളിലുണ്ടായ ഒരു ഐക്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ED, നിങ്ങളുടെ CBI, നിങ്ങളുടെ മറ്റു സംവിധാനങ്ങൾ നിരന്തരമായി പ്രതിപക്ഷ നേതൃത്വത്തിനെ വേട്ടയാടിയപ്പോൾ കൈകോർത്ത് പിടിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ മാധ്യമപ്രവർത്തകരെ ജയിലിലടച്ച സമയത്ത്, ഈ രാജ്യത്ത് എല്ലാത്തിൻ്റെയും പേരിൽ ആളുകളെ കൊന്നൊടുക്കിയ കാലത്ത്, ഈ രാജ്യത്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാലത്ത്, ഈ രാജ്യത്ത് ഭരണഘടന തിരുത്തി എഴുതുമെന്ന് അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയ കാലത്ത്, ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാലത്ത് കൈകോർത്ത് പിടിച്ച മുന്നണിയാണ്. നിങ്ങൾക്കിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ചളുപ്പ്. INDA നിങ്ങൾ ആവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ശങ്കുട്ടിദാസെ, ഇന്ത്യ രാജ്യം ഈ മുന്നണിയെ അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ പപ്പു എന്ന് വിളിച്ച, പെഷഹർ എന്ന് വിളിച്ച, മോശമായി ആക്ഷേപിച്ച, ഹൂ ഈസ് രാഹുൽ, കോൻ ഹേ രാഹുൽ എന്ന് ചോദിച്ച ആ മനുഷ്യൻ ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയത് പണം കൊടുത്തിട്ടല്ല, ഓപ്പറേഷൻ ലോട്ടസിലൂടെയല്ല, അങ്ങനെയല്ല വന്നത്, പൈസ കൊടുത്ത് വാങ്ങിയതല്ല, മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഭരണഘടന കൊടുത്ത അവകാശത്തിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി കടന്നു വന്നത്. ആ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ആ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ, ഓം ബിർളയ്ക്ക് കൈ കൊടുക്കുമ്പോൾ, അങ്ങ് നരേന്ദ്രമോദിയെ നോക്കുന്ന സമയത്ത് അംഗീകരിക്കേണ്ടി വരും. അതിന്റെ പേരാ ഇന്ത്യൻ ജനാധിപത്യം. അതുകൊണ്ട് പഴയ ആയുധമെടുത്ത് തുരുമ്പെടുത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ അതാ മാധുവിനോട് പറഞ്ഞത്, ഇന്ത്യ രാജ്യം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അതല്ല, പുതിയ തലമുറ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റെക്കായി പോയ കഴിഞ്ഞ 10 വർഷത്തെ പറ്റിയാ, ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത 10 വർഷക്കാലത്തെ പറ്റിയാ, നീറ്റ് പരീക്ഷയെ പറ്റിയാ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്, UGC പരീക്ഷയെ പറ്റിയാ ചർച്ച ചെയ്യുന്നത്, തൊഴിലില്ലായ്മയെ പറ്റിയാ ചർച്ച ചെയ്യുന്നത്, പട്ടിണിയെ പറ്റിയാ ചർച്ച ചെയ്യുന്നത്, ദാരിദ്ര്യത്തെ പറ്റിയാ ചർച്ച ചെയ്യുന്നത്. തിരിച്ചു വരണം ഈ രാജ്യത്തിന്. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചത്, റഷ്യൻ യുക്രൈൻ യുദ്ധം നിർത്തിയെന്ന് അവകാശപ്പെട്ട് അഹങ്കരിച്ച നരേന്ദ്രമോദിക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർച്ചയ്ക്കൊന്ന് തടയാൻ സാധിച്ചില്ലേ എന്ന ചോദ്യം അത് രാഹുലിന് വേണ്ടി ചോദിക്കുന്നതല്ല, ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ വർത്തമാന കാലത്തെയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ ചൊട്ടി പഴയ കാലത്തിന്റെ ആയുധം തിരിച്ചെടുത്തു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോ ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായ വലിയ പ്രശ്നം നമുക്ക് ഓർമ്മയുണ്ട്. സ്പീക്കർ ഉപയോഗിച്ച വാക്കുകൾ സർക്കാരിൻ്റെതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം. അതിന്റെ മെറിറ്റിലേക്ക് പോകരുത് കേട്ടോ, അതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മാത്രമേ നിൽക്കാവുള്ളൂ. നമ്മൾ അവസാന ഘട്ടത്തിലാണല്ലോ ചർച്ചയിൽ. അപ്പോൾ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് ചോദിക്കുകയാണ്, കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ എന്താണ് ചെയ്തത് എന്ന്. നിങ്ങൾക്ക് ഇവിടെ അധികാരമുള്ളപ്പോൾ നിങ്ങൾ ഇതാണോ ചെയ്യുന്നത്, എന്നിട്ടാണോ ഇപ്പോൾ ഈ പറയുന്ന കുറ്റപ്പെടുത്തൽ നടത്തുന്നത് എന്നൊരു ചോദ്യം അവിടെയുമുണ്ട്. അല്ല മാധു, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഒറ്റ കാര്യം, ഇവിടെ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ BJP പ്രതിനിധി പറഞ്ഞത് ഞങ്ങളിപ്പോ എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരും എന്ന രീതിയിലാണ്. ഞാനത് ചോദിക്കട്ടെ, 2014 ഞാൻ നിങ്ങളുടെ സർവന്റ് ആണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, 2019 ആയപ്പോൾ ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി. ആ ദൈവമാണെങ്കിൽ പിന്നെ ആ ദൈവത്തിന്റെ പ്രവർത്തികൾ ചോദ്യം ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല, കോടതിക്ക് അധികാരമില്ല, സുപ്രീം കോടതിക്ക് അധികാരമില്ല. ആ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് അജണ്ട പൂർത്തീകരണത്തിന് RSSും സംഘപരിവാരും കുറച്ച് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. അത് പൂർത്തീകരണത്തോടെ ഈ രാജ്യം ഒരു മതരാജ്യമാക്കി മാറ്റാനും ജനാധിപത്യത്തിന്റെ എന്നേക്കുമായുള്ള മരണമാണ് ഇവർ ലക്ഷ്യം കണ്ടിരുന്നത്. അത് സാധിക്കാതെ വന്നതിന്റെ ഒരു അങ്കലാപ്പ്, ഒരു ബുദ്ധിമുട്ട് സംഘപരിവാറിനും അതുപോലെ തന്നെ BJPക്കും ശരിക്കുണ്ട്. കാരണം പ്രതിപക്ഷ ഐക്യനിര ഏറ്റവും ശക്തമായി തന്നെ ഈ രാജ്യം എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപക്ഷത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അത്തരത്തിലൊരു പ്രതിപക്ഷമായി ഈ ഇന്ത്യ മുന്നണി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര അജണ്ട വച്ചുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയാലും അജണ്ട ഈ രാജ്യത്തെ തകർക്കുന്ന തരത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല. ഭരണഘടന ഉയർത്തിപ്പിടിക്കും, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കും, ഫെഡറലിസം, ഈ രാജ്യത്തിന്റെ പ്രത്യേകത തന്നെ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്
എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്സിന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇടപെടലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം, സ്പീക്കറുടെ മറുപടി, ആ മറുപടിയിൽ അങ്ങനെ അതൊക്കെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. കാരണം ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ ഏകപക്ഷീയമായിട്ടുള്ള നടപടികളുമായി താരതമ്യപ്പെടുത്താൻ ഒന്നുമില്ല. കാരണം എമർജൻസിയുടെ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പോലും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ നടത്തിയ ശ്രമവും അതിനെ അവിടുത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതിനെതിരെ വിധിന്യായം എഴുതിയപ്പോൾ ആ ചീഫ് ജസ്റ്റിസിന്റെ ഒരു ഭാവിയെല്ലാം നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വിധിന്യായത്തെ ഉപയോഗിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ജുഡീഷ്യറിയെ പോലും, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, ഇലക്ഷൻ കമ്മീഷനെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, ഗവർണർമാരെ ആർട്ടിക്കിൾ 153 മുതൽ 165 വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആരാണ് ഗവർണർ, ഗവർണർ പദവി, അധികാരപരിധി, ഇവയെല്ലാം ദുരുപയോഗം ചെയ്ത് പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന, സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന, ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് തോന്നിയാൽ ആ സംസ്ഥാന ഗവൺമെന്റുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അത്തരത്തിൽ ഏറ്റവും ഏകപക്ഷീയമായിട്ടുള്ള ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യ മുന്നണി ഐക്യനിരയോടെ എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തന്നെ ഒരു ഐക്യരൂപത്തോടെ വന്നിരിക്കുന്നത് ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് BJPയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ വളരെ ഏകപക്ഷീയമായി, വളരെ ഗൂഢാലോചനയോടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്, ധാരണയുണ്ട്. അത്തരത്തിലുള്ള ഈ പറയുന്ന ആദ്യത്തെ ഡോസ് BJPക്ക് ഒരു വെയിറ്റേജ് നൽകുകയാണോ ചെയ്തത്, അതോ കൂടുതൽ ജാഗ്രത പ്രതിപക്ഷ ചേരിയിൽ ഉണ്ടാക്കുകയാണോ ചെയ്തത് എന്നത് ഈ സഭാ സമ്മേളന കാലത്തും ഇനി അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന 5 വർഷക്കാലത്തെ സഭ ചേരുമ്പോഴൊക്കെയും ദൃശ്യമാകും. അത് കാത്തിരുന്നു കാണാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.